നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 +2 ക്രിസ്മസ് പരീക്ഷ. ഇപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് മൊത്തത്തിലുള്ള രീതികളൊക്കെ മാറിയിട്ടുണ്ട് എല്ലാം. കാരണം പെട്ടെന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതോടുകൂടി ടൈം ടേബിളൊക്കെ ഗംഭീരമായിട്ട് മാറ്റിയിട്ടുണ്ട്. 15-ാം തീയതിയാണ് നമ്മുടെ ഡിസംബർ 15-ാം തീയതിയാണ് ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്നത്. പക്ഷേ 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക്. കാരണം സാധാരണ പരീക്ഷ ഒറ്റ ദിവസം ഗ്യാപ്പില്ലെങ്കിൽ പോലും ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ ടൈം ടേബിൾ ഒന്ന് കേട്ടോളുക. 15-ാം തീയതി ഫസ്റ്റ് ഇയറിനാണ്. ഫസ്റ്റ് ഇയർ ആർക്കും 15-ാം തീയതി ഡിസംബർ 15-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് തുടങ്ങുന്നത്. 16-ാം തീയതി ഇംഗ്ലീഷാണ്. 17-ാം തീയതി കെമിസ്ട്രിയാണ്. പിന്നെ 20-ാം തീയതി ഉള്ളൂ മാത്സ് പഠിക്കാൻ 2 ദിവസം. 22-ാം തീയതി ഒരു ദിവസം, ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച, ശനിയാഴ്ച പരീക്ഷയുണ്ട്, മാത്സ് ആണ് 20. 22 ഫിസിക്സ് ആണ്. പിന്നെ 23 ബയോളജിയാണ്. അതുവരെ സഹിക്കാം, പോട്ടെ. പരീക്ഷ തീർന്നോ? ഇല്ല. ബയോളജി സയൻസുകാർക്ക് തീർന്നോ ചോദിച്ചാൽ തീർന്നു. ഹോം സയൻസുകാർക്കും കേരളത്തിലുള്ള കമ്പ്യൂട്ടർ സയൻസുകാർ നല്ല വിഭാഗമുണ്ട്. അവർക്ക് തൊട്ടടുത്ത വർഷം, അടുത്ത മാസം ജനുവരി 6-ാം തീയതിയേ ഉള്ളൂ പരീക്ഷ. അന്നേരം സമാധാനമായിട്ട് വെക്കേഷനും പറ്റത്തില്ല. കാരണം 5-ാം തീയതി അത് മണ്ടത്തരമായി പോയി. 5-ാം തീയതി സ്കൂള് തുറക്കും. എന്നാൽ 5-ാം തീയതി പരീക്ഷ നടത്തി അന്നേരവും തീർക്കുന്നില്ല. തൊട്ടടുത്ത ദിവസം 6-ാം തീയതിയേ ഉള്ളൂ. എന്തുദ്ദേശിച്ചാണ് അത് ഇങ്ങനെയായിട്ടെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇനി +2 വരുമ്പോഴും കാര്യം ഇതുപോലൊക്കെ തന്നെ. അവർക്ക് ആഹ്ലാദിക്കാനുള്ള വകയൊന്നും ഇല്ല. അവർക്ക് 15-ാം തീയതി തുടങ്ങുന്നില്ല പരീക്ഷ. 16-ാം തീയതി തുടങ്ങുന്നുള്ളൂ. തുടങ്ങുന്ന ഐശ്വര്യമായിട്ട് ഫിസിക്സാണ്. പിന്നെ 17-ാം തീയതി ബയോളജിയാണ്. 18-ാം തീയതി മാത്സാണ്. 19-ാം തീയതി ഇംഗ്ലീഷ്. 20-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ്. 21-ാം തീയതി ഞായറാഴ്ചയാണ്. 22-ാം തീയതി കെമിസ്ട്രി. അത് കഴിഞ്ഞ ശേഷം 28-ാം തീയതി കൊണ്ട് അവരുടെ തീരുകയാണ്. 23-ാം തീയതി സയൻസുകാർക്കൊന്നും പരീക്ഷയില്ല. പിന്നെ അവർക്ക് പരീക്ഷ വരുന്നത് ഈ പറഞ്ഞ പോലെ 5-ാം തീയതി സ്കൂൾ തുറക്കും. 6-ാം തീയതി ഹോം സയൻസുകാർക്കും കമ്പ്യൂട്ടർ സയൻസുകാർക്കും പരീക്ഷയുണ്ട്. ഇതേപോലെ നമ്മുടെ കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും എല്ലാം 6-ാം തീയതി പരീക്ഷയുണ്ട്. അന്നേരം എന്തൊക്കെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ടൈം ടേബിൾ പോകുന്നത്. ഇനിയിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈം ടേബിളായിരുന്നു മാർച്ചിൽ. ഇതൊന്നും മാറ്റാതിരുന്നാൽ കൊള്ളാം. അതിലൊന്നും തൊടാതിരുന്നാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ അതുകൂടെ കുളമായാൽ കുളമായി. കാരണം 6-ാം തീയതിയൊക്കെ പരീക്ഷ വെച്ച് കഴിഞ്ഞാൽ ആ ആഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത ആഴ്ച ഒരു മോഡൽ പ്രാക്ടിക്കൽ തുടങ്ങും സെക്കൻഡ് ഇയറുകാർ. അത് കഴിയുമ്പം ജനുവരി 22-ാം തീയതി പബ്ലിക് എക്സാം പ്രാക്ടിക്കലാണ്. വളരെ കുറച്ച് ഇടവേളകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് വളരെ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ ഇടേണ്ടതാണ് ടൈം ടേബിൾ. ഇലക്ഷൻ വന്നു, പിന്നെ കുട്ടികളുടെ കാര്യമില്ല, അതെങ്ങനെയെങ്കിലുമൊക്കെ പോകും, അവരെഴുതും. പക്ഷെ നടത്തുമ്പോൾ അത് ഒരുമിച്ച് അങ്ങ് നടത്തി തീർത്ത് 23-ാം തീയതി പരീക്ഷ അങ്ങ് തീർത്താൽ മതിയായിരുന്നു. ഇവിടെ ഒരു ദിവസം 22-ാം തീയതി പരീക്ഷ നിർത്തിയെടുത്ത് 23-ാം തീയതി ആക്കി അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ അവർക്ക് ആ പരീക്ഷ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഇയർക്ക് പിന്നെ 6-ാം തീയതി പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ആലോചിക്കുക. വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ ഇത് കാണുവാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് 23-ാം തീയതി കൊണ്ട് തീരുന്ന രീതിയിൽ ചെയ്താൽ കുട്ടികൾക്ക് വളരെ ഉപകാരമായിരിക്കും. എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് ഇട്ടേക്കുക. ഉറപ്പായിട്ടും ബാക്കിയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഒരു അധ്യാപകനുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് എപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നും. നിങ്ങൾ ഒരാളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നത്. എന്തായാലും നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ജനുവരിയിൽ പിന്നെ ഒരു എക്സാമായിട്ട് എഴുതണോ അതോ ഡിസംബറിൽ തന്നെ എല്ലാം തീർത്താൽ മതിയോ? എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പ്രാക്ടിക്കൽസിൻ്റെ ഒക്കെ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ഓൾറെഡി ഗിരീഷ് ഫിസിക്സിനകത്ത് പ്രാക്ടിക്കൽസ് എല്ലാം മെയിനായിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസും ടിപ്സും ട്രിക്സും എല്ലാം വരുന്നുണ്ട്. തിയറി ക്ലാസ്സുകളും എല്ലാം. ക്രിസ്മസ് പരീക്ഷ സ്പെഷ്യൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.